ഇന്നത്തെ വിഷയവും നമ്മുടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തന്നെയാണ്. അമേരിക്ക പരമാവധി അടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇറാൻ ഇടഞ്ഞു തന്നെ നിൽക്കുന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവിഭാഗവും ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ ഹോർമുസ് കടലിടുക്കിന്റെ റൂട്ടുകളെ ചൊല്ലി അതിൽ കപ്പലിനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തുകയും അതിന് ബദലായി ബഹ്റൈനിലേക്കും അതുപോലെ കുവൈത്തിലേക്കും ഇറാനും ആക്രമണം നടത്തുകയൊക്കെ ചെയ്ത് അതിനുശേഷം ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനും അമേരിക്കയും ദോഹയിൽ ഒരുമിച്ച് കൂടി ചർച്ചകൾ മുന്നോട്ട് നയിക്കുന്നു. ഇരുവിഭാഗവും ഒരു മേശക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ കാര്യം ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഇന്ന് ദോഹയിൽ വെച്ച് ഇത്തരത്തിലൊരു മീറ്റിംഗ് നടക്കുമെന്ന് ഇന്നലെ ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മീറ്റിംഗും ഈ നിമിഷം വരെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാനെ ഏതെങ്കിലും വിധത്തിൽ രമ്യതയിലേക്ക് കൊണ്ടുവരികയും അത്തരത്തിലൊരു മീറ്റിങ്ങിനായി ഒരുക്കുകയും ചെയ്യുകയാണ് മധ്യസ്ഥരും അമേരിക്കയും ചേർന്ന് നടത്തുന്നത്. പക്ഷേ ട്രംപ് പറയുന്നത് ഇറാൻ ഇങ്ങോട്ട് നിർബന്ധിച്ചത് കൊണ്ട് ഞങ്ങൾ അവരെ ആക്രമിക്കുകയും അങ്ങനെ ആക്രമങ്ങൾ സഹിക്കവയ്യാതെ ഇറാൻ ഇങ്ങോട്ട് ചർച്ചാമേശയിലേക്ക് വരുമെന്ന് നിർബന്ധിച്ചു എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇറാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരുവാൻ ട്രംപിന്റെ സഖ്യകക്ഷികളായ മധ്യസ്ഥ രാജ്യങ്ങളും ശ്രമിക്കുന്നു എന്നാണ് ഈ വാക്കുകളിൽ നിന്നും ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇറാൻ പറയുന്നു ഞങ്ങൾ ഇതുവരെ അത്തരത്തിലൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ തീർച്ചയായും ചില ഉപാധികളുണ്ട്. അത് നമുക്കറിയാം. ഹോർമുസ് ഇറാന്റെ കൈവശത്തിൽ തന്നെ ആയിരിക്കണം, ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം എന്ന ചില ആർട്ടിക്കിളുകൾ ഈ MOUയിൽ ഉള്ളത് അത് അമേരിക്ക അംഗീകരിക്കുക എന്നുള്ളതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതിനിടക്ക് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഈ ഇറാന്റെ മരവിപ്പിച്ച 24 ബില്യൺ US$ ഫണ്ടിൽ നിന്ന് അതിൽ 6 ഖത്തറിന്റെ കൈവശമുള്ള 12 ബില്യൺ US$ൽ 6 ബില്യൺ US$ ഇപ്പോൾ നൽകുമെന്നും അത് രാജ്യത്തേക്ക് തിരിച്ചു നൽകും എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി അത്തരത്തിൽ 6 ബില്യൺ US$ കൊടുക്കാൻ അമേരിക്ക സമ്മതിച്ചതാണോ എന്നും ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഒരുപക്ഷെ ആ 6 ബില്യൺ US$ ഇറാനിലേക്ക് നൽകിയാൽ മാത്രമായിരിക്കും ദോഹയിൽ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇറാൻ ഒരുങ്ങുകയുള്ളൂ എന്നൊക്കെ പല കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഇറാൻ ഉപാധി വെക്കുന്നു എന്നും തന്നെയാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഏതായാലും വീണ്ടും ഇരുവിഭാഗവും യുദ്ധത്തിലേക്ക് പോകുന്നത്, അത്തരത്തിലൊരു ഭയം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വളർന്നു വന്നത് ലോക ജനതയിൽ തന്നെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ലോക എക്കണോമിയിൽ തന്നെ ഇത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു യുദ്ധമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാൽ അത് ലോകത്താകമാനം എണ്ണയ്ക്ക് ഷോർട്ടേജ് ഉണ്ടാവുകയും ലോകത്ത് എല്ലാവിധ സാധനങ്ങൾക്ക് വില കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് തീർച്ചയായും ഒരു ചർച്ചയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു സമാധാനത്തിൻ്റെ പാത വരുന്നു എന്ന് പറയുന്നത് ലോകജനതയ്ക്ക് ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും ദോഹയിൽ ചർച്ചയ്ക്ക് ഇരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം. ഇറാൻ ഒമാനും അമേരിക്കയും ചേർന്നുകൊണ്ട് മറ്റൊരു റൂട്ട് ഹോർമുസിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെയും ഹോർമുസിൽ ഇറാന്റെ പൂർണ്ണമായ ആധിപത്യം നിലനിർത്തുന്നതിനെയും അംഗീകരിച്ചുകൊണ്ട് ഒരു റൂട്ടും മറ്റൊരു റൂട്ട് ആരും തന്നെ ഉണ്ടാക്കുന്നത് അംഗീകരിക്കാത്ത ഒരു നിലപാടാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. എന്തു തന്നെ സംഭവിച്ചാലും ഹോർമുസ് ഞങ്ങളുടെ കൈകളിലായിരിക്കും എന്ന് തറപ്പിച്ച് പറയുന്നു. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.